ചൂരൽമലയിൽ നിന്ന് ലക്ഷ്മി പത്മ കൂടി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി, ഇന്ന് 7ാം ദിവസത്തിലേക്ക് ഈ തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് ഏത് രീതിയിലാണ് തിരച്ചിൽ? പുതിയ സന്നാഹങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ തിരച്ചിലിനുണ്ടോ? വീണ, തെരച്ചിൽ ഇന്ന് 7ാം ദിവസത്തേക്കുള്ള തിരച്ചിലിനുള്ള ആളുകൾ ഇപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൻ്റെ സംഘം എല്ലാം തയ്യാറായി കഴിഞ്ഞു. സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ആരംഭിക്കും. തെരച്ചിലിനായുള്ള യന്ത്രങ്ങളെല്ലാം തന്നെ ഈ ചൂരൽമലയിലേക്ക്, ഈ ബേലി പാലത്തിന് സമീപത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ ഐബോട്ട് ഡ്രോൺ പരിശോധനയുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു 10ഓളം ഹോട്ട്സ്പോട്ടുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് രാത്രിയുടനീളമുള്ള പരിശോധനയിൽ അവയിൽ മനുഷ്യ ശരീരഭാഗങ്ങളുള്ള മൃതദേഹം അടിയിൽ ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള കൂടുതൽ വിശദമായ പരിശോധനകൾ നടക്കും. അതിലൊരു 4 സ്പോട്ടെങ്കിലും കണ്ടെത്താൻ കഴിയും എന്നാണ് മേജർ ഇന്ദ്രപാലൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അങ്ങോട്ടേക്കുള്ള പ്രവേശന കവാടം. ഇപ്പോൾ ഇന്ന് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, ഇവിടെ കർശനമാക്കിയിട്ടുണ്ട്. ഇവിടേക്കുള്ള മാധ്യമങ്ങളുടെ പ്രവേശനമടക്കം പാസ് നൽകിയിട്ടാണ്. പുറത്തു നിന്നുള്ള ആരെയും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കയറ്റി വിടുന്നില്ല. ആ തരത്തിൽ വലിയ കർശനമായ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ഇവിടെ ആരംഭിക്കും. 4 ഹോട്ട്സ്പോട്ടുകൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം മേജർ ഇന്ദ്രപാലൻ നമ്മളോട് പറഞ്ഞത്, ഇതുവരെയും തെരച്ചിൽ നടത്താത്ത ഈ പുന്നപ്പുഴയുടെ സൈഡിലുള്ള ഒരുപാട് മണ്ണടിഞ്ഞു കിടക്കുന്ന പ്രദേശമുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണുമാന്തി വെച്ച് പരിശോധിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വല്ലാതെ ചെളിയിൽ പുതഞ്ഞിട്ടുള്ള ഒഴുക്കുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് ആ ഒഴുക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ 7ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഇപ്പോഴും ഉറ്റവരെ അന്വേഷിച്ച് ബന്ധുക്കൾ കാത്തിരിക്കുന്നുണ്ട്. ചിലരാകട്ടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് മടങ്ങുന്നതും നമ്മൾ കണ്ടു. മരണക്കണക്കുകളിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മരണക്കണക്കുകളുമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. 380 മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അത് 221. 206 ആളുകളെയാണ് ഇതുവരെ കാണാതായിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഈ കാണാതായ ആളുകളെക്കുറിച്ച്, നാശനഷ്ടങ്ങളെക്കുറിച്ച് എല്ലാം ഇന്ന് വളരെ കൃത്യമായ ഒരു കണക്ക് റവന്യൂ വകുപ്പ് പുറത്തുവിടും എന്നാണ് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ഈ ബേലി പാലത്തിന് സമീപത്തേക്ക് എത്തിച്ചേരും. 171 മൃതദേഹങ്ങൾ ഇതിനോടകം ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ട്. 2 പേര്. വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരുന്നതിന്. അവർ കൃത്യം മാധ്യമങ്ങളുടെ പ്രതിനിധികളുടെ എണ്ണം അടക്കം ചോദിച്ചാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത്. 171 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത 8 മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു. 5 എണ്ണം കഴിഞ്ഞ ദിവസവും സംസ്കരിച്ചിരുന്നു. 34 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഉള്ളത്. 1 സെന്റിൽ 7 മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന മട്ടിലാണ് ഉള്ളത്. 11 ഹോസ്പിറ്റലുകളിലായി 568 പേർ ചികിത്സയിലുണ്ട്. നമുക്ക് ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോഴായിരിക്കും എത്രത്തോളം തെരച്ചിലിനുള്ള സന്നാഹങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതെ, ഈ ഭാഗത്ത് ഇവിടെയാണ് ഹോട്ട്സ്പോട്ടുകൾ. ഈ ഭാഗത്താണ് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്ന് മേജർ ഇന്ദ്രപാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ഭാഗത്ത് മണ്ണടിഞ്ഞു കിടക്കുന്ന ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നില്ല. പക്ഷേ ഇതാ ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ ദിവസം പരിശോധന നടക്കും.
ഇതിൻ്റെ ഉള്ളിൽ നിന്നും മനുഷ്യ ശരീരം ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അത്തരം ഹോട്ട്സ്പോട്ടുകൾ, പ്രകൃതിദത്തമല്ലാത്ത കാര്യങ്ങൾ, അതിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അവിടെ അത്തരം ഇടങ്ങളിൽ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത്തരം ഇടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിന് കൂടുതൽ പരിശോധന ഉണ്ട് എന്നാണ് മേജർ ഇന്ദ്രപാലൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് കൂടുതലായി പരിശോധന നടത്തുക. നേരത്തെ നാട്ടുകാരും പറഞ്ഞത് ഇവിടെ കൂടുതൽ പരിശോധന നടത്തിയാൽ മൃതദേഹങ്ങൾ കിട്ടും എന്നത് തന്നെയാണ്. കാരണം ഇവിടങ്ങളിൽ പരിശോധന നടന്നിരുന്നില്ല. ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണം എന്ന് ഏതാണ്ടൊരു 2-3 ദിവസം ഉള്ളപ്പോൾ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്ന പ്രദേശമാണ്. ഏതായാലും അവിടെയാണ് ഇന്ന് കാര്യമായ പരിശോധന, ഈ മേഖലയിലാണ് ഇന്ന് കാര്യമായ പരിശോധന നടക്കാൻ പോകുന്നത്. രാവിലെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. തെരച്ചിൽ കാര്യമായി തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. ഐബോട്ട് ഡ്രോൺ പരിശോധന ഇന്നും ഉണ്ടാകും. ഈ പുഴയുടെ ഒഴുക്ക് സംബന്ധിച്ച് പുഴയിൽ ഈ മണ്ണിന് മുകളിലൊക്കെ ഡ്രോൺ പരിശോധന നടത്തും. അപ്പോഴായിരിക്കും ഈ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച സൂചനകൾ ലഭ്യമാവുക. തെരച്ചിലിനായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളടക്കം എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങ് മുകളിലേക്കാണ് മുണ്ടക്കയിലേക്ക് പോകുന്ന വഴി. മുണ്ടക്കയിലേക്കും പോകുന്നുണ്ട് അവർ. ഈ പ്രദേശം കഴിഞ്ഞ ദിവസം സരീഷ്, ഇവിടെ നിന്നും ദേവനോ സരീഷാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ഇവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ടായിരുന്ന പ്രദേശമാണ്. ആ പ്രദേശമാണ് ഈ പ്രദേശത്തിലടക്കം ഈ അമ്പലം. ലക്ഷ്മിയുടെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു കിതപ്പ് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. ലക്ഷ്മി, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരച്ചിൽ നടത്തിയപ്പോൾ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിനാണ് നേതൃത്വം നൽകിയത്. ഇന്നും അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു തിരച്ചിൽ തന്നെയാണോ നടക്കാൻ പോകുന്നത്? തീർച്ചയായും വീണ, പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുന്നത്. കാരണം ആദ്യ ദിവസങ്ങളിൽ അതിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം അവർ നമ്മളോട് മാധ്യമങ്ങൾ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു തെരച്ചിൽ വേണമെന്ന്. അത് ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയും മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കപ്പെടുകയും തുടർന്ന് ഇപ്പോൾ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത്. അവർക്കായിരിക്കും കൂടുതൽ ഈ പ്രദേശത്തിൻ്റെ പരിസ്ഥിതി ഒക്കെ അറിയാൻ കഴിയുന്നത്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മുണ്ടക്കൈ പോലെ ഒരു പ്രദേശത്ത് ചെന്നാൽ അവിടെ ആൾപ്പാർപ്പുണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എവിടെയാണ് വീടുണ്ടായിരുന്നത്, എവിടെയായിരുന്നു കിണറുണ്ടായിരുന്നത്, പള്ളി ഉണ്ടായിരുന്നത്, സ്കൂളുണ്ടായിരുന്നത് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ആ പ്രദേശവാസികൾക്കായിരിക്കും കൂടുതൽ നന്നായി മനസ്സിലാവുക. അതുകൊണ്ട് പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളർത്തുമൃഗങ്ങളെ അടക്കമുള്ളവയെ അവിടെ നിന്നും മോചിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കാട്ടിലേക്കൊക്കെ കയറി പോകുന്ന പശുവിനെയും പട്ടിയും ഒക്കെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുവരുന്നതും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ പക്ഷേ മുണ്ടക്കൈ പ്രദേശത്തും ഇന്നും ഇനി ആരും ജീവനോടെ ബാക്കി ഉണ്ടാകില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. മണ്ണിനടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഏതായാലും നടക്കുന്നത്. അതിനുവേണ്ടി ആവശ്യമുയർത്തുന്ന ബന്ധുക്കൾ നിരവധിയുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടണം എന്നുള്ള മട്ടിൽ. ചിലരാകട്ടെ ഇനി ഇത്രയും മണ്ണിനടിയിൽ പോയ മൃതദേഹങ്ങൾ ഇനി തിരിച്ചെടുത്തിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു സങ്കടത്തോടെ മടങ്ങുന്നത് നമ്മൾ ഇന്ന് രാവിലെ കണ്ടു. അത്യന്തം വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ കണ്ടത് പെരിന്തൽമണ്ണയുള്ള ഒരാൾ, കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായി വേണ്ടിയിട്ടുള്ള ബാലഗോപാലനും അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യ സൗമ്യയും ഇവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ 2 മക്കളെ കിട്ടി, പക്ഷേ അവരെ കാണാനില്ല. ഈ ദിവസമായപ്പോൾ 7 ദിവസമായപ്പോൾ ഇനിയിപ്പോൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് എന്തിനാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവർ മടങ്ങുന്ന കണ്ടു. അതുപോലെയൊക്കെ മടങ്ങുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഏതായാലും മൃതദേഹങ്ങൾ വിട്ടുകിട്ടണം എന്ന ആഗ്രഹവുമായി, എന്ന ആവശ്യവുമായി ബന്ധുക്കൾ നിരവധി പേർ ആവശ്യമുയർത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അങ്ങനെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ഭാഗത്തേക്ക്, ഇത്രയും ദിവസം മണ്ണുമാന്തി യന്ത്രം എത്താത്ത കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആ തെരച്ചിൽ വ്യാപിപ്പിക്കും.
നമുക്കറിയാം വലിയ ഉരുളൻ പാറക്കല്ലുകളാണ് ഈ നദിയുടെ രണ്ട് തീരത്തും അടിഞ്ഞിട്ടുള്ളത്. നദിയുടെ രണ്ട് തീരത്തുമായിട്ട് ഏതാണ്ട് 4 ലെയറായിട്ട് വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടാൽ ഒരു മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു കാട്ടുപ്രദേശം എന്നേ മനസ്സിലാവുകയുള്ളൂ. ആ പ്രദേശത്ത് കൂടുതൽ തെരച്ചിൽ നടത്തുക, ഈ ഉരുളൻ പാറക്കല്ലുകളൊക്കെ മാറ്റിക്കൊണ്ട് വേണം പരിശോധന നടത്താൻ. അങ്ങനെ വിപുലമായ ഒരു തെരച്ചിൽ തന്നെ നടത്തേണ്ടി വരും. ഈ കാണാതായ മുഴുവൻ ആളുകളെയും ലഭിക്കണമെങ്കിൽ മുഴുവൻ കല്ലുകൾ മാറ്റിയൊക്കെ ഒരു പരിശോധന വേണ്ടി വരും. അത് അത്യന്തം ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായും സർക്കാർ കൂടുതൽ ആളുകളെ എത്തിച്ച് കൂടുതൽ വിദഗ്ധരെ ഉപയോഗിച്ച് ആ പരിശോധന നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഹൈബോ ഡ്രോൺ സംവിധാനമടക്കം കൊണ്ടുവന്നത് ഇത്തരത്തിൽ പരിശോധന എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇല്ലെങ്കിൽ ഈ പ്രദേശം ഒന്നാകെ കുഴിച്ചു നോക്കേണ്ടി വരും. അതിനേക്കാളും നായകളെ ഉപയോഗിച്ചും ഹൈബോ ഡ്രോൺ ഉപയോഗിച്ചും ഒക്കെയുള്ള ഒരു വൈദഗ്ധ്യം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ സർക്കാർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പ്രദേശം ആകെ കുഴിച്ച് പരിശോധിക്കുക എന്ന് പറയുന്നത് തീർത്തും അപ്രായോഗികമായ ഒരു കാര്യമാണ്. ഡ്രോണിലൊക്കെ ആകുമ്പോൾ ഈ ഐബോ ഡ്രോൺ വഴിയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ സിഗ്നലുകൾ കിട്ടുകയും അവിടെ ആ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധിക്കുകയും ചെയ്യാം. പിന്നെ ഈ നാട്ടുകാർക്കും കൃത്യമായി ചിലയിടങ്ങളിൽ നിന്ന് കിട്ടും എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്കുണ്ട്. അങ്ങനെ അവരും ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചൊക്കെയുള്ള പരിശോധനകൾ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി അവരുടെ അറിവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വീണ, ിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം കൂടുതൽ കർക്കശമാക്കി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലക്ഷ്മി പത്മ നൽകിയത്.